ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വാർഷിക സമ്മേളനം കോഴിക്കോട്ട് ചേർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ ഒരു നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണം. ആ മേഖലയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് തരത്തിലാണ് ചട്ടം പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് വാങ്ങി നിലവിലത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സംഗീത കലാ സാംസ്കാരിക വേദി സംസ്ഥാന വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പ്രശസ്ത ഗസൽ ഗായകൻ KT ബക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കമ്മിറ്റിയിൽ എപ്പോഴും പൈസ ഉണ്ടാവണം. ചിലപ്പോൾ എല്ലാ കലാകാരന്മാരും അതിനോട് കൂടി സഹകരിച്ച് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഉയർത്തി ഇനിയും ഉയർത്തണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഇതിലെല്ലാ പാട്ട് പാടുന്നവർക്കായാലും പാടാത്തവരായാലും ഡാൻസ് ചെയ്യുന്നവരായാലും. പ്രസിഡന്റ് ബൈജു അമ്പാടി അധ്യക്ഷത വഹിച്ചു. മിനിജ ജ്യോതിഷ്, അരവിന്ദാക്ഷൻ KT, പ്രേമൻ ചാത്തനാടത്ത്, KT സദാനന്ദൻ ഗുരുക്കൾ, സഞ്ജീവ് കുമാർ P, ശോഭന K, രാഗിണി P, ശൈലജ ജയകൃഷ്ണൻ, E മനോഹരൻ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് SI P ജയകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. അടുത്ത 3 വർഷത്തേക്ക് സംഘടനയെ നിയന്ത്രിക്കുവാൻ 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ബൈജു അമ്പാടി പ്രസിഡന്റായും മിനിജ ജ്യോതിഷ് വൈസ് പ്രസിഡന്റ്, അരവിന്ദാക്ഷൻ KT ജനറൽ സെക്രട്ടറി, പ്രേമൻ ചാത്തനാടത്ത് ജോയിന്റ് സെക്രട്ടറി, സഞ്ജീവ് കുമാർ പാറക്കണ്ടി ട്രഷറർ എന്നീ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.